ഡ്രസ് ചേഞ്ച് ആക്കി. ദിസ് ഇസ് ഗൈസ് ഔട്ട്ഫിറ്റ്. നമ്മളെവിടെ പോകുന്ന ഇനി നെക്സ്റ്റ് ഐറ്റം അടുത്ത വ്യൂ പോയിന്റ് നോക്കാൻ പോകുന്നല്ലേ. അപ്പം അന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി പിന്നെ ഇപ്പോൾ അങ്ങനെ ഗൈസ്. അവിടെ എല്ലാം 5 മണി വരെ ഇല്ല. 5 മണി കഴിഞ്ഞാൽ എന്താണ് അവിടെ എല്ലാം ക്ലോസ് ആണ്. നമ്മൾ ഉണ്ട് കുറേ കുറച്ച് റൗണ്ട് അടിച്ചിട്ട് വരാൻ വിചാരിച്ചു. നല്ല വ്യൂ പോയിൻ്റൊക്കെ കാണാം. ആ ഒരു കാട്ടിൻ്റെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ അവിടെ ബോർഡ് ഉണ്ടായിരുന്നു. ഇത് ഡേഞ്ചർ ഏരിയ എന്നതിലേക്ക് പുലി ഉണ്ടാവും, കാട്ടുപോത്തുണ്ടാവും, സൂക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ ബോർഡ് ഉണ്ടായിരുന്നു ഗൈസ്. രാത്രിയാകുമ്പോൾ നല്ല അടിപൊളി വ്യൂ, നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല ഫുള്ള് മഞ്ഞായിട്ട് നല്ല ഫോഗ് കുടിച്ചിട്ട് ടോട്ടലി നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ പിന്നെ നൈറ്റൊക്കെ കുറച്ച് ലൈറ്റായ ശേഷം റൂമിലെത്തി കുറച്ച് സമയം ടി വി കണ്ടു. എന്നിട്ട് പിന്നെ അപ്പുറത്തെ റൂമിലായിട്ട് ഞാൻ മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കസിൻസ് എൻ്റെ ഫാമിലിയാണ് ഗൈസ് ടൂർ പോയത്. പിന്നെ റീലെടുക്കാനും നിൽക്കുകയാണ്. ഇത് നേരത്തെ ക്ലിപ്പാണ് ഗൈസ്. കാട്ടുപോത്തിനെ കണ്ടു. അവിടെ കാട്ടുപോത്തിനെ കണ്ട ക്ലിപ്പാണ് ഗൈസ്. പിന്നെ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നെക്സ്റ്റ് സ്ഥലം ഗുണ കേവാണ് ഗൈസ്. അവിടെ പോവാൻ നിൽക്കുകയാണ്. 1 മണിക്കൂർ 2 മണിക്കൂറിലധികമായി ഗൈസ് ബ്ലോക്കിൽ നിൽക്കുന്നു. സോ ബ്ലോക്ക്. ഫൈനലി ഗൈസ് അവിടെ എത്താനായി. നമ്മ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐസട്ട മുടിയേറെ കെട്ടി കുറേ നടന്നു ഗൈസ്. അവസാനം ഗുണ കേവിലെത്തി. ടയർഡായി ഗൈസ്. സ്റ്റെപ്പ് കയറി കുറേ നടക്കാനുണ്ട്. അതിനടുത്തേക്ക് വിചാരിച്ച പോലെ ഗൈസ്. നമ്മളിങ്ങനെ കുറേ നടന്ന് ലാസ്റ്റ് എത്തി ഗൈസ്. ശരിക്കും എത്തി. കുറേ ആളുണ്ടായിരുന്നു. ബട്ട് പറയല്ല, വന്നതിന് വെറുതാണ് ഗൈസ്. നല്ല അടിപൊളി വ്യൂ, നല്ല സെറ്റ് സ്പോട്ട് പ്ലേസും കിട്ടി ഗൈസ്. നമ്മൾ റീലെടുക്കാനും നോക്കിയിട്ടൊരു പ്ലേസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും മീത്തപ്പൂറ്റാകുമ്പോൾ കിട്ടിയ വ്യൂ ആണ് ഗൈസ് ഇത്. എല്ലാം കൊണ്ടും എല്ലാം സൂപ്പറായിരുന്നു ഗൈസ്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. കുരങ്ങന്മാരുണ്ടായിരുന്നു. കുറേ കുരങ്ങന്മാരുണ്ട് ഗൈസ് അവിടെ. കുറച്ച് ഗുണ കേവ് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അവിടെ നമ്മൾ റീല് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ തെറ്റിച്ച് കുറേ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഫുള്ള് മറ്റേ ഒന്നും കാണില്ല ഗൈസ്. ഫുള്ള് കോടയിട്ട് ഒന്നും കാണില്ല. കോട നല്ല മഴ ഉണ്ടായിരുന്നു. മഴത്തങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചിട്ട് വന്ന ഗൈസ്. ഇന്ന് രാത്രി പൂവാർട്ടുണ്ടായത് ഗൈസ്. അപ്പോൾ ഇവിടെ കഴിയാത്തതുകൊണ്ട് എല്ലാവരും ഹോസ്പിറ്റലായി. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടില്ല. അത് എൻ്റെ ഡ്രസ്സ് ഫുള്ള് ചണ്ടിയാണ്. ഞാൻ ഡ്രസ്സും ചേഞ്ച് ആക്കി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കാത്തുന്നുണ്ട്. കാറിനുള്ളിലേക്കാണ് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഇവിടെ കൊടൈക്കനാൽ എന്നെ ട്രിപ്പ് ഇട്ടിട്ട് ഹോസ്പിറ്റലാക്കി ഗൈസ്. എനിക്ക് മാത്രം അങ്ങനെ എന്തോ നേരെ ഉണ്ടായിട്ടാ. ബാക്കി എല്ലാവരും സൈഡായിട്ടുണ്ടായിരുന്നു ഗൈസ്. ഈ പറഞ്ഞ ലാസ്റ്റ് എനിക്ക് തന്നെ ലാസ്റ്റ് കഴിയാതായിട്ടുണ്ടായിരുന്നു ഗൈസ്. കുറച്ച് ക്ലിപ്സ് ഇല്ല, അതുകൊണ്ടില്ലു. ഭയങ്കര തണുപ്പ് ഗൈസ്. അതിന് കുറച്ച് സമയം കൂടി നിന്നാൽ ചത്തുപോവും. അത്രക്ക് തണുപ്പാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ജാക്കറ്റ് ഇടാൻ ഇത്ര സമയം ഇട്ടിട്ടുണ്ടായിട്ടാണ് ഇടാന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാനൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. അവിടെ എന്തുമില്ല, അല്ല കൈ ഗൈസ്. സത്യം പറഞ്ഞാൽ എല്ലാവരും സൈഡ് നമുക്കൊന്നും ആയിട്ടാ ഗൈസ്. അവിടെ ഇതുണ്ട് ഭയങ്കര തണുപ്പും അത്രയില്ല. വേറെ നമുക്കൊന്നായിട്ടാ എല്ലാവരും ഒരു സൈഡ് ഗൈസ്. തണുത്തിട്ട് ഉണ്ടാൻ വരെ അപ്പോൾ ഭയങ്കര പോകാമായിരുന്നു ഗൈസ്. അത്രയും തണുപ്പുണ്ട്. തമിഴ്നാട് ഫുഡ് കഴിച്ച് ഫുള്ളാകെ ടയർഡായിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും കഴിയാത്തത് ചാർജല്ലേ കൊണ്ട് എല്ലാവരും പച്ചക്കറിയും ചപ്പാത്തിയും പറഞ്ഞു. ഞാൻ ഞങ്ങൾക്ക് ചിക്കനും പൊറോട്ടയും പറഞ്ഞു. അപ്പം പിന്നെ
ഫുള്ള് തമിഴ്നാട്ടിൽ പറ്റുന്നില്ല. ഇങ്ങനെ കൊന്തിലാട്ട് പൊറോട്ട തന്നിട്ട് ലാസ്റ്റ് ഞാൻ ഛർദ്ദിച്ചു. ബട്ട് അത് യാത്ര ചെയ്തൊരു ഛർദ്ദിച്ചാൽ ഇവരെല്ലാം ടയർഡായത്ര ഞാൻ എന്തായാലും ടയർഡായിട്ടാണ് ഗൈസ്. ഇത്ര ക്ലിപ്സിലുണ്ട്. അപ്പോൾ അത്രയും ബൈ.